ഇതിലോട്ടേ. ഇതിനുള്ളിൽ ചിലപ്പോൾ നല്ല പച്ചരിക്കൊത്തി പാമ്പ് അങ്ങനെയുള്ള സാധനം വെണ്ടയ്ക്ക കാണുമ്പോൾ അയ്യാ സാധനമാണ്. ഇതാണ് നമ്മുടെ ചുവന്ന നല്ല നാടൻ വെണ്ടയ്ക്ക. ഓണത്തിന് പൂക്കളം ഇട്ട പോലെ ഇല്ലേ ടൈം വരെ. ഇതാണ് ഇവിടുത്തെ പച്ചക്കറിയുടെ പ്രത്യേകത. ഇത് നമ്മൾ ലോകം ഒട്ടാകെ കാണാൻ പോവാണ്. പറഞ്ഞ പോലെയൊന്നുമില്ല, അത് വലിയതില്ല, ആൾക്കാർ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട്. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ A2Z ബ്ലോഗിലേക്ക് രാവിലെ സ്വാഗതം. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഹർത്താലാണെന്ന് പറഞ്ഞാൽ എല്ലാവരും മൂഡൗട്ടാണ്, നമ്മളടക്കം മൂഡൗട്ടാണ്. അപ്പോൾ നമ്മുടെ വേലായുധേട്ടനുണ്ട്, ആള് നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോസിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആളിനെ 19 വയസ്സായിട്ടും ആൾ പുള്ളിക്കാരൻ അടിച്ചു പൊളിച്ച് കുട്ടികളെ പോലെ നടക്കുന്ന ആളാണ്. അപ്പോൾ ആളെൻ്റെ കൃഷിത്തോട്ടം, ഇപ്പോൾ കൃഷിത്തോട്ടത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ കൃഷിത്തോട്ടവും കാര്യങ്ങളും പരിചയപ്പെടുത്താം. പിന്നെ നല്ല അടിപൊളി നാടൻ വെണ്ടയ്ക്കുണ്ട്. നമ്മളിന്ന് ഹർത്താലാണെന്ന് പറഞ്ഞപ്പോൾ ആൾ നാടൻ വെണ്ടയ്ക്കൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വറ്റലിടാന്നുള്ള പ്ലാൻ ചെയ്താണ്. ഇന്ന് വറ്റലിടൽ നടക്കില്ല, നല്ല മഴയുണ്ട്. ഇനിയിപ്പോൾ ഹർത്താൽ വലിയ കാര്യമൊന്നുമില്ല, പോലീസുകാരും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ കടകളും എല്ലാ കമ്പോളങ്ങളും എല്ലാം തുറക്കാന്നുള്ള ലെവലാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് പോയപ്പോഴും അവിടെയും സാധനങ്ങൾ ഇഷ്ടംപോലെ തല്ലാണ്. അപ്പോൾ നമ്മൾ വേലായുധേട്ടൻ്റെ തോടിയിലെ വിശേഷങ്ങൾ നമ്മൾ നോക്കാം. ഇത് ചീരത്തയാണ് കേട്ടോ ടൈമരെ. നല്ല ചീര അറുത്തുകൊണ്ടിരിക്കുന്ന ചീരയാണ്, നല്ല പച്ചച്ചീരയാണ്. അതൊക്കെ സെറ്റായി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ലളിതമായി ലെവലിൽ വെക്കുന്നതാണ്. പുള്ളിക്കാരൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നേരത്തെ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കാല് സുഖമില്ലാത്ത ആളാണ്. എന്നിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. വീട്ടിൽ വെറുതെ ഇരുന്നാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള കൃഷിയും കാര്യങ്ങളായിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ട് എന്ത് കാലമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യം? കപ്പയും ചീരയും പയറ് വെണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്രാവശ്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും വെച്ചാൽ ഒരുപാട് മല്ലിക്കെട്ടാൻ വയ്യ പുള്ളിക്കാരൻ, അതുകൊണ്ട് തൽക്കാലം ഒതുങ്ങി ലെവലിൽ ഇതാണ് കാണുന്നത്. മത്തനുണ്ട്. ഓണമായിട്ട് തകർക്കും പച്ചക്കറികൾ, നാടൻ വിഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാടന്മാർക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇത് മത്തനും കാര്യങ്ങളൊക്കെ ഇടയിൽ വന്നിരിക്കുന്നതാണ്. കാച്ചൽ മുതൽ മത്തൻ, കുമ്പളങ്ങ, ചീര, പയറ്, അതുപോലെ പൂളക്കിഴങ്ങ് കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പൂളക്കിഴങ്ങാണ്. പൂളക്കിഴങ്ങിൻ്റെ തോട്ടത്തിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. മത്തനുണ്ടാ നോക്കണോ അല്ലേ? മത്തനുണ്ടോ? ഉണ്ടാ. അപ്പോൾ വേലാട്ടം വന്നിട്ട് അവിടെ അപ്പുറത്തെ തൊടിയിൽ ഉണ്ട്. അപ്പുറത്തെ തൊടിയിൽ നിന്നും ഇപ്പോൾ പോകാൻ പറ്റും തോന്നി. ഒരു മത്തനുണ്ട്, നമുക്ക് എന്തായാലും പറിക്കാം. ഒരു മത്തനുണ്ട്, പറിക്കാൻ പറഞ്ഞാൽ പറിച്ചിട്ടും കിട്ടുന്നല്ലോ. പൊട്ടിച്ചോട്ടാണ് പൊട്ടിച്ചു. അപ്പോൾ നമുക്ക് മത്തൻ കിട്ടിയിട്ടുണ്ട്. നല്ല മത്തൻ നോക്കിയാൽ നാടൻ മത്തൻ പറഞ്ഞതാണ്. സാധനം അടിപൊളി സാധനമാണ്. അപ്പോൾ അത് നമ്മൾ ക്യാമറാമാനും നമ്മളും കൂടി ഒരുമിച്ചായതുകൊണ്ടാണ് നമ്മൾ ഇതാണ്. അപ്പോൾ നല്ല മത്തൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ തൊടിയും കൂടി ഉണ്ട്, അവിടേക്ക് പോകാൻ ഇപ്പോൾ സമയം കിട്ടും തോന്നിയില്ല. മഴയും കാര്യങ്ങളും. ഇപ്പോൾ അതൊക്കെ പെട്ടെന്ന് സാധനം നമ്മളെ അയ്യങ്കുളം മാർക്കറ്റിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്കത് പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ചേച്ചി നല്ല ചുവന്ന വെണ്ടയ്ക്ക അറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ അപ്പോൾ അത് കൊടുത്തോ. അവിടെ ഇനി ഉള്ളിലുണ്ട് അല്ലേ? അത് ഉമ്മറത്തുള്ള സാധനം പെട്ടെന്ന് കാണാണ്ടാണ്. ഇതാ ഒരു മത്തൻ നല്ല ചന്തക്കാരനായിട്ട് നിൽക്കുന്നു. നമ്മളത് പൊട്ടിക്കാൻ പോകണം. ഒരു മത്തനും കൂടി പൊട്ടിച്ചു. ഇത് നമുക്ക് ഇതൊക്കെ നേരത്തെ വയ്ക്കും. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാം. ആളുടെ രാവിലത്തെ ലീലാവിലാസങ്ങളാണ്. ചായക്കുള്ള കാശുണ്ടാക്കുന്ന ആളാണ്. ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈയും കാലും പിടിക്കാൻ പോകേണ്ട കാര്യങ്ങൾ ഇപ്പോഴത്തെ ലെവലിൽ അറിയാലോ. ആള് ആ വടിയും വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നല്ല തമിഴ്നാടൊക്കെ ഇതേപോലെ കണ്ടിട്ടുള്ളൂ. നല്ല അടിപൊളി വേണ്ട സൂപ്പറായിട്ടുള്ള വെണ്ടയ്ക്ക തോട്ടം, വെണ്ടയ്ക്ക ചെടികളാണ്. ഇതൊക്കെ പറിക്കണമെങ്കിൽ പണിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെണ്ടയ്ക്ക കഴിക്കാനാണ് ഉദ്ദേശം. കേട്ടോ, സൂപ്പർ സാധനമാണ്. മാസമാണ് കഴിച്ചു കഴിഞ്ഞാലോ മറ്റൊന്ന് വെണ്ടക്കത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളെ സാഹസമായിട്ട് നമ്മൾ പോവുകയാണ്.
ഇതാണ് നമ്മുടെ ചുവന്ന നല്ല നാടൻ വെണ്ടയ്ക്ക. പൂളക്കിഴങ്ങിൻ്റെ ഇടയിൽ ഇടവിളയായിട്ട് അത് ഇടവിള എന്ന് പറഞ്ഞു കഴിഞ്ഞൊക്കെ പടുവിത്ത് വീണതായിരിക്കും. നട്ടതാണെങ്കിൽ ഇതൊന്നുമല്ല, അതിൻ്റെ അപ്പുറം സാധനം ഉണ്ടാകും. പടുവിത്ത് വീഴുമ്പോൾ ഒന്നേറെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് വേലാട്ടം. വേലാട്ടിൻ്റെ അടുത്ത് നമ്മൾ ഒരു കാര്യം ചോദിക്കാൻ പോകുന്നത്. വേലാട്ടം നിങ്ങൾ എത്ര മണിക്ക് ഇപ്പോൾ രാവിലെ അടിച്ചാണ്? 5 മണിക്ക് അടിച്ചു വന്നാണ്. 5 മണിക്ക് അടിച്ച് ചായ കുടിച്ചിട്ട് ചായ കുടിച്ച് വന്ന് നേരെ തൊടി വരും. അപ്പോഴേക്കും പണിക്കാർ വരും. കുറേശ്ശെ ഉള്ളത് ഇറക്കും. അങ്ങനെ കൊണ്ട് ലേലക്കടയിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കും. ബിസിനസ്സിന് പോകും. ബിസിനസ്സിന് ആൾ സാധനങ്ങളൊക്കെ കൊണ്ട് കടകൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അറുത്തും കൊണ്ട് അന്നന്ന് സാധനം പച്ചക്കറിയല്ലേ അന്നന്ന് അറുത്ത് കുറേശ്ശെ അറുത്തിട്ട് പുള്ളിക്കാരൻ നേരെ അതിനെ അവിടെ കൊണ്ട് കൊടുത്ത് അടുത്തത് കൊണ്ടുവന്ന് ചേച്ചി. അപ്പോൾ അതും കഴിഞ്ഞാൽ മൂക്കുന്ന സാധനം ഇല്ലേ വേലാട്ടത്? ഒരു ദിവസം കഴിഞ്ഞ് മൂക്കില് രാവിലെ അപ്പോൾ ഒന്നരാടം അറക്കുന്ന സാധനം അറക്കണം. അതന്നെ വണ്ടന്റെ പ്രത്യേകത. ഇത് എത്തിപ്പെട്ട വണ്ടയ്ക്കാണ് ഷോപ്പ്. ഇത് എന്താ അറിയില്ല. ഷോപ്പ് വണ്ടയ്ക്ക അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പൊ നാടൻ വണ്ടയ്ക്ക പറയും. വേറെ ആനക്കൊമ്പ് വണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. ആ ഒരു വെള്ള വരുന്ന സെപ്പറേറ്റ് ആനക്കൊമ്പ് വണ്ടയ്ക്ക ഉണ്ട് അല്ലേ? പയറൊന്നുമില്ല ഉള്ളു വേലാട്ടാ. പയർ ഇറക്കാൻ സമയമില്ല. ഇനിയിപ്പോ മഴയും പാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നാളേക്ക്. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം എന്താണ് വേറെ കാര്യമില്ല. പൂളക്കിഴങ്ങ് ഏകദേശം എത്ര ദിവസം പിടിക്കും? ഒരു 3 മാസം. 3 മാസം ആകുമോ? വളമൊക്കെ തന്നെ കൊടുത്തപ്പോൾ 2 കൊടുത്തു. അപ്പം ഇന്ന് വാങ്ങണം കുറച്ച്. വളം തരണേല് മിച്ചറെന്ന് ഉദ്ദേശിച്ചാൽ കഴിക്കുന്ന മിച്ചറല്ലോ. യൂറിയ, പൊട്ടാഷ്, ചാണകപ്പൊടി, ബാക്കി ചാണകപ്പൊടി, പിന്നെ വളം, ഈ കോഴിക്കട്ടം, എല്ലാ സാധനവും ഇടും. ഇപ്പം നിലവിൽ ഇപ്പം ഇടാൻ പോണത് ഇനി വളം ഇതോടെ കഴിഞ്ഞാൽ മൊത്തം എത്ര വളം ഇടും? അപ്പോൾ 3 വളം. 3 വളവിടും പൂളക്കിഴങ്ങിന് കിട്ടും. അപ്പോൾ എല്ലാവരും നോക്കിക്കോളും. കർഷകനാണ് ആളെ. എല്ലാവരും 10-20 എത്ര കൊല്ലേ നിങ്ങൾ? 38-40 ജനിച്ചപ്പം മുതലേ കണ്ടത്ത് കിടന്ന് ഉള്ളിന് ആളാണ്. വേസ്റ്റായി. ഇതാണ് ഇവരുടെ അടുത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ വളവും കാര്യങ്ങളും ഇങ്ങനെയാണ് ഇതിൻ്റെ കൃഷിൻ്റെ കാര്യങ്ങൾ. ഒരുപാട് വളം കൂടി കഴിഞ്ഞാലും പണി കിട്ടും. സാധനം അതാളിച്ചു പോകും. പിന്നെ അല്ലേ പൊട്ടാഷ് കൂടി കഴിഞ്ഞാൽ കിഴങ്ങ് വിള്ളും. പിന്നെ കിഴങ്ങ് വലുതായി വിണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. ആർക്കും വേണ്ടാണ്ടാവും. ചിലപ്പോൾ വെള്ള കളറും ഉണ്ടാവും അല്ലേ വേലാട്ടാ? തനി ചോപ്പ് നന്നായിട്ട് വേഗം. നല്ല സാധനം. നമുക്ക് മാക്സിമം കടയ്ക്ക് ഡെയിലി കൊണ്ടുവന്ന് നമ്മൾ അവിടെ കൊണ്ട് കൊട്ടി വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ. ആൾ കൊണ്ട് തരും. അടിപൊളിയായിട്ട് സാധനങ്ങൾ നല്ല ഫ്രഷ് സാധനത്തിൻ്റെ ക്ലാരിറ്റി നോക്കിയേ. ഇതേപോലത്തെ സാധനം ഇപ്പോൾ ഇവിടെ ഗൾഫിലെല്ലാം ഇപ്പോൾ ഏത് ഇന്ത്യയിലല്ലേ എവിടെ പോയി കഴിഞ്ഞാൽ സാധനം കിട്ടില്ല. അതാണ് നല്ല നാടൻ ഉശിരുള്ള സാധനം എന്ന് പറയണോ. കീടനാശിനി അടിക്കാത്തല്ലത്? കീടനാശിനി അടിക്കില്ലല്ലോ. തറിയിലായതുകൊണ്ട് അടിക്കാൻ പറ്റും. ഇത് ശരിക്കും പടുവത്ത് വേണം ഇടയിൽ കൂടെ നട്ടാണ്. ഇടയിൽ കൂടെ നട്ടതാണ്. പടുവത്ത് വീണതല്ല. സൈഡിൽ കൂടി വിട്ടാണ്. സൈഡിൽ കൂടി ചുറ്റുപാൻ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളിലായതുകൊണ്ട് പൂളത്തറിയായതുകൊണ്ട് മരുന്നടിച്ചിട്ടില്ല. ഓ അപ്പോൾ പിന്നെ മരുന്ന് ഇതിൽ അംശമില്ല. വേറെ വല്ലതാണെങ്കിൽ മരുന്നടിക്കും. അപ്പോൾ മരുന്നില്ലാത്ത സാധനം തന്നെയാണ് അടിപൊളി അല്ലേ? ടൈമരെ നമ്മുടെ വേലാട്ടിൻ്റെ വിശേഷങ്ങളാണ് കണ്ടത്. നമുക്ക് സമയമൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം 7:55 8 മണിക്ക് അവിടെ ലേലം തുടങ്ങും. ഇനി വൈകി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധനങ്ങൾ കിട്ടില്ല. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ സമയത്തിന് നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വണ്ടി കയറ്റേട്ടാ. അപ്പോൾ ഞാനിത് വേഗം വാരി എടുത്തിട്ടേ ആ ചേച്ചി പറിക്കുമ്പോഴേക്കും നമ്മളത് വാരിയിട്ട് നമ്മുടെ വണ്ടിയെ കൊണ്ട് വെക്കട്ടെ. വണ്ടിയെ ചോദിച്ചാൽ അപ്പുറത്ത് കൊണ്ട് നിർത്തി വഴി മാറി വന്നിട്ടേ കുറേ ആയി വന്നിട്ട്. അപ്പോൾ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വേഗം മഴയൊക്കെ പെയ്തൊക്കെ ചെടിയിൽ നിന്ന് ഇപ്പോൾ കൈ കഴിഞ്ഞപ്പോൾ വഴി അറിയാണ്ടായി. കാരണം അപ്പോൾ നമ്മുടെ വീട്ടിനെടുക്കുന്നുണ്ട് മഴപ്പാറ്റിൽ ഇടയിൽ വരെ ഇനി നിൽക്കുന്നില്ല. നമുക്ക് കുറച്ച് സാധനോട് വെച്ച് ചേച്ചി ബാക്കി വണ്ടയ്ക്കും കൂടി എടുത്തിട്ട് നമ്മൾ വണ്ടി കയറ്റും. അപ്പോൾ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. നമ്മുടെ വേലാട്ടിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കണം. പുള്ളിക്കാരൻ്റെ അറിയാനുള്ള അവസ്ഥ കാര്യങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ലൈക്ക് അടിക്കണം, ഷെയർ അടിക്കണം, കമൻറ്റ് അടിക്കണം. ശ്വാസം വിട്ടിട്ട് കിട്ടില്ല. ഓക്കെ വന്നോളി. നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ പയറും കൊണ്ടുവരുന്ന ചെയ്യാൻ പയറും പച്ചക്കറിയും കൊണ്ടുവരുന്നല്ലേ. മാർക്കറ്റില് ഓണത്തിന് പൂക്കളം ഇട്ട പോലെ ഇല്ലേ ടൈം വരെ? 10 രൂപ 190 190 200 200 205 210 215 220 220 മിസ്റ്റർ റിയാസ് ഭായി എഴുതും. അരിമുളക് ഇവിടെ 150 150 160 70 170 170 A to Z എഴുതും. 170 A to Z 20 ഉദുമാനിക്ക പിന്നെ 40 90 രൂപ 2 രൂപ 42 42 ഈ പയർ 42 40 രൂപ കരിമുക്ക 10 രൂപ വെറും 10 രൂപ പടവളം ഇല്ല. വെള്ളമുളക് ഇല്ല കൊണ്ട് കാണുന്നു. വെള്ളമുളകേ ഉള്ളൂ. ചേർത്തി വിടും ചൊരങ്ങ 10
ഇവിടെ